السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തഹത്തുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പറയാനുള്ളത് കൂത്തൽ സക്കാത്തിനെ കുറിച്ചും അതുപോലെ തന്നെ സിമാറ് പഴവർഗ്ഗങ്ങളുടെ സക്കാത്തിനെ കുറിച്ചുമാണ്. കൂത്തുൽ ബലത്, കൂത്തുൻ്റെ ഇഖ്തിയാരി, നിത്യോപയോഗം സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഖ്തിയാറുള്ള സമയത്ത് നമ്മൾ ഭക്ഷിക്കുന്ന, നമ്മൾ കൂത്തായി എടുക്കുന്ന, നമ്മുടെ മുഖ്യ ആഹാരമായി എടുക്കുന്ന സാധനങ്ങൾ. ഇൽത്തിറാറുണ്ടാകുന്ന സമയത്തല്ല. കാരണം ഇടങ്ങാറായാൽ നമ്മൾ ഗതി കെട്ടാൽ പുലി പുല്ലിൽ നിന്നെന്ന് പറഞ്ഞ മാതിരി വേറെ ഒന്നും കിട്ടാതിരിക്കും, നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ ഭക്ഷിക്കും. അതിലൊക്കെ സക്കാത്തുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇഖ്തിയാറുള്ള സമയത്ത് സാധാരണ നിത്യോപയോഗമായി നമ്മൾ ഉപയോഗിക്കുന്ന കൂത്ത്, അതിലെന്ത് ചെയ്യും? സക്കാത്ത് നിർബന്ധമാകും. ഗോതമ്പ് പോലെ, ബാർലി പോലെ, അരി പോലെ അതിലൊക്കെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും. അതുപോലെ പഴവർഗ്ഗങ്ങളിൽ നിന്ന് തമ്രിലും ഇനബിലും എങ്ങനെ? അത് 5 ഔസുക്കുണ്ടെങ്കിൽ എന്താവണം? അതിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. അതിന് ഉഷർ കൊടുക്കണം. ഈ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൃഷി കൊയ്തു, അത് കൊടുക്കുന്ന സമയത്ത് ആ കൃഷി നമ്മൾ ഉണ്ടാക്കിയത് ഒരു ചിലവും കൂടാതെയാണെങ്കിൽ അത് നനക്കാനുള്ള ചിലവൊന്നും ഉണ്ടായിട്ടില്ല, വിത്താണ്ടിട്ടു, പിന്നെ മഴ ചെയ്താണ്ട് പൊന്തി മുളച്ചതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉഷർ 10-1 കൊടുക്കേണ്ടത്. അങ്ങനെയല്ല, നമ്മൾ തന്നെ സ്വയം നനച്ചുണ്ടാക്കിയതാണെങ്കിലോ ഉഷറിൻ്റെ പകുതി കൊടുത്താൽ മതി, 10-1 പകുതി. അപ്പോൾ എത്ര ഉണ്ടാവും? 10-1 എടുത്തിട്ട് അതിൻ്റെ പകുതി മാത്രം എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. അതാണ് ഇതിൽ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇനി കിതാബിലേക്ക് നോക്കുക, ബാക്കി വരുന്ന സാഹചര്യം പോലെ നമുക്ക് പറയാം. ഓ തജിബു അലാ മൻ മറ, മേൽ പറഞ്ഞവരുടെ മേൽ നിർബന്ധമാകുന്നു. ഫി കൂത്തിൻ ഇഖ്തിയാരിയായ കൂത്തിൽ എന്ന് പറഞ്ഞാൽ ഇഖ്തിയാറുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കൂത്ത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ സാധാരണ നിത്യോപയോഗ ഭക്ഷണത്തിനാണ് കൂത്ത് എന്ന് പറയുക. നമ്മളുടെ അരി ഒക്കെ പോലെ. മിൻ ഹബൂബിൻ, ധാന്യങ്ങളിൽ നിന്ന്. ഏതുപോലെയൊക്കെ ബുരി എന്ന് പറഞ്ഞാൽ ഗോതമ്പ്, ഷൈരിൻ ബാർലി, അറുസ് അരി, സുറുത്ത് പറഞ്ഞാൽ ചോളം, ഹുമ്മസ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹുമ്മസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കടല, ദുഹ്നിൻ എന്ന് പറഞ്ഞാൽ പയർ, ബാക്കില്ല എന്ന് പറഞ്ഞാൽ അമരക്ക, ദുഖസത്ത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മുത്താറി. ഇതിലൊക്കെ നിർബന്ധമാകും. മൊഫി തമ്രിനും ഐനബിൻ സിമാരിൻ, പഴങ്ങളിൽ നിന്ന് തമ്രിലും ഐനബിലും നിർബന്ധമാകും. എങ്ങനത്തെ കൂത്തും എങ്ങനത്തെ തമ്രം ഇനവുമാകുന്നു? ബലാ ഖദറു കുല്ലി മിൻഹ, അതിൽപ്പെട്ട ഓരോന്നിൻ്റെയും ഖദർ എത്തിയിട്ടുണ്ട്. 5 ഔസുക്കിൻ, 5 ഔസുക്കുണ്ട്. ഔസുക്ക് എന്ന് പറഞ്ഞാൽ എത്ര ആകുന്നു? വഹുവ, ഔസുക്ക് എന്ന് പറഞ്ഞാൽ ബിൽ കൈലി, അത് അളക്കണ സമയത്ത് സലാസുമിയത്തി സ്വാഹിൻ, 300 സ്വ ആണ്. അപ്പോൾ ഒരു ഔസുക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 60 സ്വ ഉണ്ടാവും. 5 × 6 30, 300 സ്വ ആണ്. ഒരു സ്വ എന്ന് പറഞ്ഞാൽ 4 അംദാദിൻ, 4 മുദ്ദാകുന്നു. വൽ മുദ്ദു, ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ രിത്തിലും വസുലുസിനും, 1 ലിറ്ററും പിന്നെ 1/3. അപ്പോൾ അത് നിങ്ങൾ ആ കണക്ക് നിങ്ങൾ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 4 മുദ്ദ് എത്ര രിത്തിലുണ്ടാകും നോക്കുക. അപ്പോൾ അത് അതിൻ്റെ കണക്ക് എന്ന് കിട്ടും. അപ്പോൾ 5 ഔസുക്ക് എത്തിയതിൽ നിർബന്ധമാകുന്നു. എങ്ങനത്തെ സാധനമാകുന്നു? മുനക്കൻ, എങ്ങനത്തെ തമ്രും ഇനബും ഒക്കെ ആകുന്നു മുനക്കൻ. അത് ശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, കടഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മിൻ തിബിനിൻ, തിബിൻ എന്ന് പറഞ്ഞാൽ വൈക്കോലിൽ നിന്നും, കിഷ്രിൻ തൊലിയിൽ നിന്നും, ലായുക്കലുമാവോ വാലിബ. കാരണം ഈ കിഷ്റോട് കൂടെ, ഈ വൈക്കോലോട് കൂടെ നമ്മൾ ഭക്ഷിക്കാറില്ലല്ലോ. അരി നെല്ലെടുക്കുന്ന സമയത്ത് ആ വൈക്കോലോട് കൂടെ നമ്മൾ ഭക്ഷിക്കാറില്ലല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ, അതിൻ്റെ തൊലിയിൽ നിന്നൊക്കെ കടഞ്ഞെടുക്കപ്പെട്ട തമ്രും ഇനബും അതുപോലെ അതിൻ്റെ ബുറും ഷൈറും അറുസും ഒക്കെ 5 ഔസുക്ക് ഉണ്ടെങ്കിൽ ആ തോലോട് കൂടെ അല്ല പരിഗണിക്കുക. അത് ഒഴിവാക്കിയിട്ട് എത്രയുണ്ടെങ്കിൽ 5 ഔസുക്ക് ഉണ്ടെങ്കിൽ അതിലാവുന്ന സക്കാത്ത് നിർബന്ധമാവുക. അതിൽ എത്ര കൊടുക്കണമെന്ന് നമ്മൾ പറയും. വഅലം, നീ ശരിക്കും മനസ്സിലാക്കിക്കോ. അന്നൽ അറൂസ് എന്ന് പറഞ്ഞാൽ മിമ്മ യുദ്ദഖറു ഫി ഖിശ്രിഹി, അറൂസ് അരി എന്നുള്ളത് അതിൻ്റെ കിശ്റിലാണ് അത് സൂക്ഷിക്കപ്പെടുക എങ്കിലും വലാ യുക്കലും മഴഹോ, അതോടുകൂടെ ഭക്ഷിക്കപ്പെടാറില്ല. അപ്പോൾ ഭക്ഷിക്കപ്പെടുന്ന അവസ്ഥയിൽ ആണ് എത്ര ഉണ്ടാവേണ്ടത്? 5 ഔസുക്ക് ഉണ്ടാവേണ്ടത്. തജിബു ഫി, അപ്പോൾ അതിൽ നിർബന്ധമാകും. മിൻ ബലഗ 10 ഔസുക്കിന്, 10 ഔസുക്ക് എത്തിയാൽ അതിൽ നിർബന്ധമാകും. ഉഷ്റുൻ, 10-1/10, 10
ഒന്ന് കൊടുക്കൽ നിർബന്ധമാകുന്നില്ല. സക്കാത്തിന് വേണ്ടി കൊടുക്കൽ നിർബന്ധമാകുന്നു. എങ്ങനെയാണെങ്കിൽ ഇൻ സുഖിയ, ആ കൃഷിക്ക് വെള്ളം കുടിപ്പിക്കപ്പെട്ടാൽ ബിലാമുഴത്തിന് ഒരു ചിലവും കൂടാതെയാണ് മഴ പെയ്തിട്ടാണെന്ന് വളർന്നതെങ്കിൽ അതിൽ 11 കൊടുക്കണം. കമത്തരിൻ, ബിലാമുഴത്തിന് ഉദാഹരണം കമത്തരിൻ, മഴ പോലത്തെ വെള്ളം കിട്ടിയെന്ന് വളർന്നതെങ്കിൽ. ഇല്ല അങ്ങനെയല്ലെങ്കിൽ അതായത് വൈൻ സുഖിയ ബിമുനത്തിൻ, ചിലവോട് കൂടെയാണത് എന്തായതെങ്കിൽ അതിന് വെള്ളം നനച്ചതും ഒക്കെ അതിന് ചിലവുകളൊക്കെ നമ്മൾ പണം കൊടുത്തിട്ടാണ് ചെയ്യിപ്പിച്ചതെങ്കിൽ ഏതുപോലെ കനറിഹിൻ, വെള്ളം നനയ്ക്കൽ പോലെ, കോരി ഒഴിക്കൽ പോലെ, അങ്ങനെയാണെങ്കിൽ ഫനിസ്ഫു ഐ നിസ്ഫുൽ ഉശ്രി, 10-1 പകുതി കൊടുത്താൽ മതി. എന്തുകൊണ്ടാണ് വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം? സബബു തഫ്രീഖത്തി, ഇവിടെയുള്ള ഈ തഫ്രീഖത്തിൻ്റെ കാരണം സിഖൽ മുഅനത്തി ഫി ഹാദ, ഇവിടെ ഈ പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലവ് കൊടുത്തിട്ടാണ് അതിന് വെള്ളം നനച്ചതെങ്കിൽ അതിന് നമ്മൾ പണം ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ സിഖദിൽ മുഅനത്തി, ചിലവിൻ്റെ ഭാരമാകുന്നു. ഫി ഹാദ, ഈ പറഞ്ഞു കൊടുത്ത്. വഹിഫത്തുവ, ചിലവ് കുറവാകുന്നെന്ന കാരണമാകുന്നു. ഫിൽ അവൽ, ഒന്നാമത് പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാൽ ഇൻ സുഖിയ, ബിലാമുഅനത്തിന് ഒരു ചിലവും കൂടാതെയാണ് അതിന് വെള്ളം നനക്കപ്പെട്ടതെങ്കിൽ അവിടെ അതിന് ചിലവില്ല, അതുകൊണ്ട് 10-1 കൊടുക്കണം. ഇവിടെ ചിലവ് കൂടുതലായതുകൊണ്ട് 10-1 പകുതി കൊടുത്താൽ മതി. സവാവുൻ അസുരിഅദാലിക കസ്ദൻ അം നബത ഇത്തിഫാക്കൻ, ഈ കൃഷി ഇറക്കുന്ന സമയത്ത് അതിവൻ കൃഷി എന്ന ഉദ്ദേശത്തോടു കൂടി കൃഷി ചെയ്യപ്പെട്ടതാകട്ടെ, അം നബത്ത ഇത്തിഫാക്കൻ, അല്ലെങ്കിൽ ഇവൻ്റെ പറമ്പിലങ്ങോട്ട് ഇത്തിഫാക്കായിട്ട് മുളച്ചതാവട്ടെ, എങ്ങനെയാണെങ്കിലും ശരി, ഇവനവിടെ വിത്ത് പക്ഷികളൊക്കെ പറയുമ്പോൾ വിത്ത് വീടാണ് മുളച്ച് പൊന്തിയതാണ്, അങ്ങനെയാണെങ്കിൽ അവിടെ എന്തേ പരിഗണിക്കുള്ളൂ? ഇവൻ നനക്കാൻ വേണ്ടി അതിന് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ 10-1 കൊടുത്താൽ മതി. നനക്കാൻ വേണ്ടി ചിലവാക്കിയിട്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? 10-1 കൊടുക്കണം. ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ 10-1 പകുതി കൊടുത്താൽ മതി. അവിടെ ഇവർ കൃഷി എന്ന ഉദ്ദേശത്തോടു കൂടെ കൃഷി ചെയ്യണമെന്നില്ല. അംനബത്ത് ഇത്തിഫാഖിയായിട്ട് അങ്ങനെയാണ് മുളച്ച് പൊന്തിയാലും മതി. കമാഫിൽ മജ്മൂഇ ഹാഖിയം ഫിഹിൽ അൽ ഇത്തിഫാഖ് എന്നാൽ ഉലമാ വിവരിച്ച സംഭവമാണത്. വബിഹി യുലമു, ഇങ്ങനെ മജ്മൂഇൽ പറഞ്ഞ ഇത്തിഫാഖ് കൊണ്ട് ബോധ്യപ്പെടും. ലഅഫ് ഖൗലി ശൈഖ് സക്കറിയ അൻസാരി റഹിമഹുള്ളാഹുടെ ഖൗല് ലഅഫാണെന്ന് ബോധ്യപ്പെടും. ഫി തഹ്ജീർ, അദ്ദേഹത്തിന് തഹ്ജീറിൽ പറഞ്ഞ ഖൗല് തബിഅൻ ലി അസ്ലിഹി, അദ്ദേഹത്തിന് തബിഅൻ ലി അസ്ലി, അസ്ലിലും പറഞ്ഞ അസ്ലു തഹ്ജീറിലും പറഞ്ഞ പോലെ എന്താകുന്നു? യുസ്തറത്തുലി വുജൂബിഹ, ഈ സക്കാത്ത് നിർബന്ധമാകാൻ ഷർത്താക്കപ്പെടും. ഐ യസ്റഅഹു മാലിക്കുഹു, മാലിക് കൃഷി ചെയ്യണം എന്ന ഷർത്തുണ്ട്. ഔ നായിബുഹു, അല്ലെങ്കിൽ മാലിക്കിൻ്റെ നായിബ് കൃഷി ചെയ്യണം. അത് സ്വമേധയാ മുളച്ച് പൊന്തി ഉണ്ടായതാണെങ്കിൽ സക്കാത്ത് നിർബന്ധം ഇല്ല എന്നാണ് സക്കീർ അൻസാരി റഹിമഹുല്ലാഹ് പറഞ്ഞത്. ആ പറഞ്ഞ ഖൗൽ ദഈഫാണെന്ന് മജ്മൂഇൽ പറഞ്ഞ ഇത്തിഫാഖ് കൊണ്ട് ബോധ്യപ്പെടും. മൂപ്പരെ കൗലനുസരിച്ച് ഫലാ സക്കാത്ത് ഫീ മൻ സറഅ ബിനഫ്സിഹി, സ്വയം മുളച്ചതിൽ സക്കാത്ത് നിർബന്ധമാവുകയില്ല. എങ്കിൽ ഔ സറഅഹു ഗൈറുഹു, അല്ലെങ്കിൽ വേറെ ആൾ കൃഷി ചെയ്തതാകുന്നു. ബിഗൈരി ഇദ്നിഹി, മാലിക്കിൻ്റെ സമ്മതം കൂടാതെ വേറെ ആൾ കൃഷി ചെയ്തു, അങ്ങനെയാണെങ്കിൽ അതിൽ സക്കാത്ത് നിർബന്ധമാവില്ല എന്നാകുന്നു സക്കീർ അൻസാരി റഹിമഹുള്ളാഹുടെ ഖൗല്. ആ ഖൗൽ ദഈഫാണെന്ന് മജ്മൂഇൽ പറഞ്ഞ ഇത്തിഫാഖ് കൊണ്ട് നമുക്ക് ബോധ്യപ്പെടും. വലായുള്ളമു ജിൻസുനില ആഹറിൽ തക്മിലൻ നിസാബി, നിസാബ് പൂർത്തിയാകാൻ വേണ്ടി, ഇവിടെ 10 ഉസുക്ക് എത്താൻ വേണ്ടി ഒരു ജിൻസിനെ മറ്റൊരു ജിൻസുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട ആവശ്യം ചേർക്കപ്പെടുകയില്ല. തമ്രും മിനുവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുക, അതിൻ്റെ ആവശ്യമില്ല. ഖിലാഫി അൻവായിൽ ജിൻസ്, നേരെ മറിച്ച് നമ്മൾ സ്വർണ്ണത്തിലും വെള്ളിയിലും പറഞ്ഞ പോലെ ഒരു ജിൻസിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? കൂട്ടിച്ചേർക്കും. ഉദാഹരണം പറഞ്ഞാൽ തമ്പ്ര്, നല്ല സൗദിയിലെ കാരൊക്കെ ഉണ്ട്, ഖത്തറിലെ കാരൊക്കെ ഉണ്ട്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടും, അതിനൊരു വിരോധവും ഇല്ല. ഫതുലമ്മോ, അൻവാൽ ജിൻസുകൾ പരസ്പരം എന്ത് ചെയ്യും? കൂട്ടിവെക്കപ്പെടും. വസറ അൽ ആമി, ഒരു വർഷത്തെ കൃഷി, 2 കൃഷികളെ യുളമായ രണ്ടും ചേർക്കപ്പെടും. വക്ക ഹസാദുഹുമാ ഫി ആമിൻ, രണ്ടിൻ്റെയും കൊയ്ത്ത് ഒരു വർഷമാണ് നടന്നതെങ്കിൽ 2 വർഷമാണ് കൃഷി ആരംഭിച്ചത്, പക്ഷേ കൊയ്ത്ത് ഒരേ സമയത്താണെങ്കിൽ ആ കൊയ്ത്താണ് പരിഗണിക്കപ്പെടുക, അത് രണ്ടും ഒന്നായിട്ട് ചേർക്കപ്പെടും. ഫറവൻ, അപ്പോൾ നമ്മൾ കൂത്തിൻ്റെയും സിമാറിൻ്റെയും സക്കാത്ത് കഴിഞ്ഞു. ഇനി ബൈത്തുൽ മാലിൻ്റെ സമ്പത്ത്, പൊതുഖജനാവിൻ്റെ സമ്പത്ത് ഉണ്ടാവും. അതുപോലെ ഒരു ജിഹത്തുന് ആമയുടെ മേലിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഒരു ഭൂമി, അവിടെ കുറേ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫുഖറാവിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട, പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടത്, അങ്ങനെ പ്രത്യേകമായ വ്യക്തികൾക്കല്ലാതെ ഒരു ജിഹത്തുന് ആമയിലേക്ക് പൊതുജനങ്ങൾക്ക് വഖഫ് ചെയ്യപ്പെട്ട സാധനമാണെങ്കിൽ അതിൻ്റെ ലാഭത്തിനും സക്കാത്ത് ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് ഒരു മയനായ വ്യക്തിയുടെ മേൽ മൗക്കൂഫായ സാധനമാണ്, സെയ്ദിന് മൗക്കൂഫാക്കപ്പെട്ട ഭൂമിയാണ്, അപ്പോൾ അവിടെ കൃഷി ഉണ്ടെങ്കിൽ അവിടെ സെയ്ദിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ജിഹത്തുന് ഖാസ, ജമാഅത്തിന് മുഅയ്യന, പ്രത്യേകമായ വിഭാഗത്തിന് സെയ്ദിൻ്റെ കുട്ടിക്ക് വഖഫ് ചെയ്ത ഭൂമി, അങ്ങനെയാണെങ്കിൽ ആ ഭൂമിയിൽ കൃഷി ഉണ്ടെങ്കിൽ അതിനെ അവർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്നു. ഫറവൻ
ലാ തജിബു സക്കാത്തു സക്കാത്ത് നിർബന്ധമാവുകയില്ല ഫി മാലി ബൈത്തുൽ മാലി ബൈത്തുൽ മാലിൻ്റെ സമ്പത്തിലും വലാ ഫി റെയിൻ മൗക്കൂഫിൻ മിൻ നഖലിൻ മൗക്കൂഫിൻ്റെ ലാഭത്തിലും റെയ്യാന ലാഭം മൗക്കൂഫായ മുതലിൻ്റെ ലാഭത്തിലും സക്കാത്ത് നിർബന്ധമാവുകയില്ല. മൗക്കൂഫ് എന്ന് പറഞ്ഞാൽ മിൻ നഖലിൻ കുറച്ച് ഈത്തപ്പനം വഖഫ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ആ അർളിന് ഭൂമി വഖഫ് ചെയ്തിരുന്നു, ആ ഭൂമിയിൽ കൃഷി ഉണ്ടായിരുന്നു. ആരുടെ മേൽ വഖഫ് ചെയ്ത മൗക്കൂഫിൻ അലാ ജിഹത്തിൻ ആമത്തിൻ ഒരു ആമായ ഒരു വിഭാഗത്തിന് മേൽ വഖഫ് ചെയ്തു. ഏതുപോലെ കൽ ഫുഖറായിൻ്റെ മേൽ വഖഫ് ചെയ്തൊരു ഭൂമി, ആ ഭൂമിയിൽ ഒരുപാട് കൃഷി ഉണ്ടെങ്കിൽ ആ കൃഷിക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല. കൽ ഫുഖറായി വൽ ഫുഖഹായിൽ വഖഫ് ചെയ്ത വൽ മസാജിദ് പള്ളികൾക്ക് വഖഫ് ചെയ്ത. എന്തുകൊണ്ട് ലി അദമി തഅയ്യുനിൽ മാലിക്ക് അവിടെ എന്തില്ല മാലിക്ക് തഅയ്യുനല്ല നിർണിതമല്ല എന്ന കാരണം കൊണ്ട്. കാരണം ഫുഖറ എന്ന് പറയുമ്പം അതിൽ ആരും പെടും. തജ്ബു ഫി മൗക്കൂഫിൻ അല മുഅയ്യനിൻ വാഹിദിൻ മുഅയ്യനായ ഒരു വ്യക്തിയുടെ മേൽ മൗക്കൂഫായതാണെങ്കിൽ മൗക്കൂഫായ മാലിൽ സക്കാത്ത് നിർബന്ധമാവുകയും ചെയ്യും. അല്ലെങ്കിൽ ഔ ജമാഅത്തിൻ മുഅയ്യനത്തായ പ്രത്യേകം നിർബന്ധമായ ഒരു വിഭാഗത്തെ മേൽ വഖഫ് ചെയ്യപ്പെട്ടതാണെങ്കിലും സക്കാത്ത് നിർബന്ധമാകും. ഏതുപോലെ കൗലാദ് സെയ്ദിൻ്റെ മക്കളെ മേൽ വഖഫ് ചെയ്തു, അത് മുഅയ്യനായ വിഭാഗമാകുന്നു. ദക്കറഹു ഫിൽ മജ്മുഉൽ ഇമാം നവവി തങ്ങൾ ഈ വിഷയം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വഅഫ്താ ബഅദുഹും ചില പണ്ഡിതന്മാർ ഫത്വ നൽകി ഫി മൗക്കൂഫിൻ അല ഇമാമിൽ മസ്ജിദി അവിൽ മുദരിസി പള്ളിയുടെ ഇമാമിൻ്റെ മേൽ വഖഫ് ചെയ്ത മാലിൽ അല്ലെങ്കിൽ മുദരിസിന് പള്ളിയിലെ മുദരിസിന് അവിടുത്തെ ഉസ്താദിന് വഖഫ് ചെയ്ത മാലിൽ സക്കാത്ത് നിർബന്ധമാകും. അന്നഹു എൽസംഹു സക്കാത്തുഹു ആ ഇമാമിനും മുദരിസ്ക്കും ആ സ്വത്തിൽ സക്കാത്ത് നിർബന്ധമാകും. കൽ മുഅയ്യൻ അയാളുടെ മേൽ വഖഫ് ചെയ്യുമ്പോൾ സക്കാത്ത് നിർബന്ധമാകുന്ന പോലെ ഇമാമുൽ മസ്ജിദിൻ്റെയും ഇനി മുദരിസുൽ മസ്ജിദിൻ്റെയും മേൽ വഖഫ് ചെയ്തിട്ടാണെങ്കിൽ സക്കാത്ത് നിർബന്ധമാകുമെന്ന് ചില പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. പക്ഷേ കാല ശൈഖുന ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നു വല്ലൗജു ഖിലാഫു പ്രബലം അതിനെതിരാകുന്നു. എന്തുകൊണ്ട് ലിഅന്നൽ മഖ്സൂദ ബിദാലിക കാരണം ഇമാമുൽ മസ്ജിദിൻ്റെ മേൽ ഇനി മുദരിസിന് മേൽ വഖഫ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഉദ്ദേശം എന്താകുന്നു അൽ ജിഹത്താകുന്നു. ദൂന ഷഖ്സി മുഅയ്യൻ ഇന്ന പ്രത്യേകമായ നിർണ്ണയിക്കപ്പെട്ടൊരു വ്യക്തിയല്ല. ആ പള്ളിയിൽ ഇപ്പോഴുള്ള ഇമാമ് സെയ്ദ് മുസ്ലിയാർക്കല്ല, ഇമാമായി ആരൊക്കെ വരുന്നോ അവർക്കൊക്കെ ലഭിക്കുമെന്നാണ് പറഞ്ഞ അർത്ഥം. ഇനി നിലവിലുള്ള മുദരിസിനല്ല, ആ മുദരിസ് എന്ന സ്ഥാനത്തേക്ക് ആരൊക്കെ വരുന്നോ അവർക്കൊക്കെ ലഭിക്കുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് അത് ജിഹത്ത് ഖാസല്ല ആമാകുന്നു, സക്കാത്ത് നിർബന്ധമാവുകയില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം. തംബീഹുൻ ഖാല ജലാൽ ബുൽഖൈനി റഹിമഹുല്ലാഹ് പറഞ്ഞു ഫി ഹാഷിയത്തി റൗദത്തി തബഅൽ മജ്മുഇൽ പറഞ്ഞതുപോലെ മജ്മുഅനെ പിൻപറ്റിയിട്ട് മൂപ്പരും പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്ന ഖുല്ലത്തൽ അർളിൽ മംലൂക്കത്തി അവൽ മൗഖൂഫത്തി അലാ മുഅയ്യനിൻ ഒരു മുഅയ്യനായ വ്യക്തിയുടെ മേൽ മൗഖൂഫായ ഒരു ഭൂമി അല്ലെങ്കിൽ ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി, ആ ഭൂമിയിൽ എന്താണെങ്കിൽ ആ ഭൂമിയിൽ കൃഷിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കൃഷി ഇറക്കാനുള്ള വിത്തൊക്കെ ആരെടുത്തത്? മാലിക്കാണ്, ആ ഭൂമിയുടെ ഉടമസ്ഥനാണ് എടുത്തത്. അല്ലെങ്കിൽ വഖഫ് ചെയ്യപ്പെട്ടത് ആരുടെ പേരിലാണോ സെയ്ദിൻ്റെ പേരിൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയാണെങ്കിൽ സെയ്ദാണ് അവിടുത്തെ വിത്തൊക്കെ എടുത്തത്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ മേൽ എന്ത് ചെയ്യും? സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും. ഇനി നേരെ മറിച്ച് മുഹാബറത്ത് എന്ന് പറഞ്ഞ ഒരു ഏർപ്പാടുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൂമി നമ്മുടെ ഭൂമി എൻ്റെ ഉടമസ്ഥയിലുള്ള ഭൂമി നമ്മളെന്ത് ചെയ്യും? ഒരു വ്യക്തിക്ക് കൃഷി ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കുക. ഏതടിസ്ഥാനത്തിൽ? ആ കൃഷി ഇറക്കാനുള്ള വിത്ത് ആരെടുക്കണം? അവിടുത്തെ ജോലിക്കാരെടുക്കണം. ജോലിക്കാർക്ക് എന്താ കൂലിയായി കിട്ടുക? അത് കൊയ്യണ സമയത്ത് അതിൽ നിന്ന് ഇത്ര ശതമാനം, ഇത്ര നെല്ല് അല്ലെങ്കിൽ എന്താണോ കൃഷി അതിൻ്റെ പകുതി അവനക്ക് എടുക്കാം, അതിൻ്റെ 1/3 അവനക്ക് എടുക്കാം എന്ന കണ്ടീഷനോട് കൂടെ നമ്മൾ ഭൂമി വിട്ടു കൊടുക്കുക. മുഹാബറത്ത് എന്ന് പറയുന്നത്. മുഹാബറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മിൽക്കിലൊരു ഭൂമി ഉണ്ട്, ആ ഭൂമി ഞാൻ കുറച്ച് ജോലിക്കാർക്ക് കൃഷി വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. എന്താ കണ്ടീഷന്? കൃഷി ചെയ്യാനുള്ള വിത്ത് അവരെടുക്കണം എന്ന് മാത്രമല്ല അവർക്ക് എന്താ ലാഭം കിട്ടുക? അത് കൊയ്യണ സമയത്ത് അതിൻ്റെ എത്ര ശതമാനം അവർക്ക് അതിൻ്റെ കൊയ്ത്ത് അതിൻ്റെ റിസൾട്ട് അവർക്ക് എടുക്കാം. അതിനാണ് മുഹാബറത്ത് എന്ന് പറയുക. ഈ മുഹാബറത്ത് ഇസ്ലാമിൽ അനുവദനീയമാണോ അല്ലേ, ഫിഖ്ഹിൻ്റെ ഭാഷയിൽ അനുവദനീയമാണോ അല്ലേ എന്ന് ഉലമാവിന് ഖിലാഫുണ്ട്. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് എന്തല്ല, അനുവദനീയമല്ല, ശരിയല്ല. അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വൈകാതെ പഠിക്കും. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ശരിയല്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. അപ്പോൾ ഇവിടെ പറഞ്ഞ രണ്ടാമത്തെ രീതി അനുസരിച്ച് വിത്ത് ആരെടുക്കുക? ആമിൽ ജോലിക്കാരനെടുക്കുക. ഏതവസ്ഥയിൽ? മുഹാബറത്ത് ജായിസാണെന്ന് പറയുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? അവിടെ സക്കാത്ത് കൊടുക്കേണ്ടത് അവിടുത്തെ ജോലിക്കാർ ആമിലാണ്, അല്ലാതെ മാലിക്കല്ല. കാരണം മാലിക്കിന് എന്ത് മാത്രമേ ഉള്ളൂ? ആ ഭൂമിയുടെ വാടക മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ സക്കാത്ത് കൊടുക്കേണ്ടത് ആമിലാണ്. അതിനാണ് മുഹാബറത്ത് എന്ന് പറയുക.
അതാണ് ഇമാം ബുൽഖൈനി റഹിമഹുള്ള ഫത്വ. മൂപ്പര് പറഞ്ഞു, ഇന്ന ഉല്ലത്തൽ അർലിൽ മംലൂക്കത്തായ ഒരു ഭൂമിയുടെ ആദായം അവിൽ മൗഖൂഫത്ത് അലാ മുഅയ്യനിൻ, അല്ലെങ്കിൽ ഒരു മുഅയ്യനായ വ്യക്തിയുടെ മേൽ വഖഫ് ചെയ്യപ്പെട്ട, സെയ്ദിൻ്റെ മേൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയുടെ ആദായം, അതിന് ലഭിക്കുന്ന കൃഷിയുടെ ആദായം. ഇങ്ങനെയാണെങ്കിൽ ഇൻ കാനൽ ബദറു, അവിടുത്തെ വിത്താണെങ്കിൽ മിൻ മാലി, ഇൻ കാനൽ ബദറു, അവിടുത്തെ വിത്താണെങ്കിൽ മിൻ മാലി മാലിക്കിഹ, മാലിക്കിൻ്റെ സമ്പത്തിൽ നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ അവിൽ മൗഖൂഫ് അല്ലെങ്കിൽ വഖഫ് ചെയ്യപ്പെട്ടത് ആരുടെ മേലാണോ അവരുടെ സമ്പത്തിൽ നിന്നാണെങ്കിൽ, സെയ്ദിൻ്റെ മേൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയാണ്. അപ്പോൾ സെയ്ദിൻ്റെ സമ്പത്തിൽ നിന്നാണെങ്കിൽ ഏതവസ്ഥയിൽ വജവ്വസ്നാൽ മുഖാബറത്ത് ഫീഹി, ഇതിൽ ഈ അർളിൽ നമ്മൾ മുഖാബറത്ത് ജായിസാണെന്ന് പറയുകയും ചെയ്യാം. മുഖാബറത്ത് ജായിസ് അല്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. ജായിസ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ അതനുസരിച്ച് ജായിസാണെന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ ഫതജിബു സക്കാത്ത്, അവിടെ എത്തില്ല. ഇൻകാനൽ ബദറു മിൻ മാലി മാലിക്കിഹ അവിൽ മൗഖൂഫി അലൈഹിൻ്റെ മാലിൽ നിന്നാണ് വിത്തെങ്കിൽ ഫതജിബു അലൈഹി സക്കാത്തു, അപ്പോൾ മാലിക്കിൻ്റെ മേൽ അതല്ലെങ്കിൽ മൗഖൂഫ് അലൈഹിൻ്റെ മേൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും. ഫീമ അഖ്റജതുൽ അർളു, അവൻ്റെ ഭൂമി പുറപ്പെടുവിക്കുന്ന കൃഷിയിൽ, ഭൂമിയിൽ മുളച്ചുണ്ടാകുന്ന കൃഷിയിൽ സക്കാത്ത് കൊടുക്കണം. ആരാ കൊടുക്കേണ്ടത്? മൗഖൂഫ് അലൈഹി, ആരുടെ മേലാണോ വഖഫുള്ളത്, സെയ്ദാണെങ്കിൽ സെയ്ദാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മാലിക്കാണ് കൊടുക്കേണ്ടത്. ഇനി ഫൈൻ കാനൽ ബദറു, ഇനി വിത്താണെങ്കിൽ മിൻ മാലിൽ ആമിലിൻ്റെ സമ്പത്തിൽ നിന്നാണെങ്കിൽ, അവിടുത്തെ ജോലിക്കാരൻ്റെ സമ്പത്തിൽ നിന്നാണ് വിത്തിറക്കിയതെങ്കിൽ ജവ്വസ്നാൽ മുഖാബറത്ത് ഫീഹി, ഇതിൽ നമ്മൾ മുഖാബറത്ത് ജായിസാണെന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ ഫതജിബു സക്കാത്തു, മുഖാബറത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഫതജിബു സക്കാത്തു, സക്കാത്ത് നിർബന്ധമാകുമെന്നല്ല ആമിലിൻ്റെ മേലാണ് സക്കാത്ത് നിർബന്ധമാവുക. വലാശി അല സ്വാഹിബിൽ അർളി, ഭൂമിയുടെ അവകാശിയുടെ മേൽ ഒന്നും നിർബന്ധമാവുകയില്ല. എന്തുകൊണ്ട്? അന്നൽ ഹാസിലഹു, കാരണം ഈ സ്വാഹിബുൽ അർളി ലഭിക്കുന്നത് ഉജ്റത്തു അർളിഹി, അവൻ്റെ ഭൂമിൻ്റെ വാടക മാത്രമേ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ വിത്തിറക്കിയത് ആരാണോ അവരാണ് എന്ത് കൊടുക്കേണ്ടത്? സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഹൈസു കാനൽ ബദറു, ഇനി വിത്താണെങ്കിൽ മിൻ സ്വാഹിബിൽ അർളി, ഭൂമിയുടെ ആൾ തന്നെയാണ് എന്ത് ചെയ്ത് വിത്തിറക്കിയത്. എന്നിട്ടോ ഒഴുത്തിയ മിന്നു ഷെയ്ഉല്ലിൽ ആമലി, അതിനെന്ത് ചെയ്യും? അവിടുത്തെ ജോലിക്കാർ വിത്തൊക്കെ മാലിക്കാണ് സമ്പത്ത് ഫുൾ പൈസ ഇറക്കുന്നത്, മറ്റൊരു ജോലിക്ക് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് ചെയ്യും? കൊയ്യണ സമയത്ത് ഇത്ര ശതമാനം അതിന് കൂലിയായിട്ട് ആമിലിന് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഒഴുത്തിയ മിന്നു ഷെയ്ഉല്ലിൽ ആമലി നൽകപ്പെടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ലാ ഷെയ് അലൽ ആമലി, കാരണം അപ്പോൾ ആമലിൻ്റെ മേലൊന്നും നിർബന്ധമാവുകയില്ല. ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? മാലിക്കാകുന്നു. എന്തുകൊണ്ട്? അന്നഹു ഉജ്റത്ത് ആമലിഹി, കാരണം അത് ആ ആമിന് ലഭിക്കുന്നത് അവൻ്റെ അമലിൻ്റെ കൂലി മാത്രമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൗഖൂഫായ ഒരു ഭൂമിയിൽ, അല്ലെങ്കിൽ മംലൂക്ക എൻ്റെ മിൽക്കിലുള്ള ഒരു ഭൂമിയിൽ കൃഷി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വിത്തിറക്കിയത് ഞാൻ തന്നെയാണെങ്കിൽ ആരാ സക്കാത്ത് കൊടുക്കേണ്ടത്? മാലിക്കും അല്ലെങ്കിൽ മൗഖൂഫ് അലൈഹി തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി അങ്ങനെയല്ല, വിത്തിറക്കിയത് കൂലിക്കാരൻ്റെ പൈസയിൽ നിന്നാണ് വിത്തിറക്കിയത്, എന്നിട്ട് അവനക്ക് നമ്മളെന്ത് കൊടുക്കും? അതിന് കൊയ്യണ സമയത്ത് അതിന് ഇത്ര ശതമാനം കൊടുക്കും. അതിനാണ് മുഖാബറത്ത് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ അവിടെ ആമിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, കാരണം അവിടെ മാലിക്കിന് ലഭിക്കുന്നത് അവൻ്റെ ഭൂമിൻ്റെ വാടക മാത്രമാകുന്നു. നേരെ തിരിച്ചാണെങ്കിലോ വിത്തിറക്കിയത് ഭൂമിൻ്റെ ഉടമസ്ഥൻ തന്നെയാകുന്നു. ജോലിക്കാരൻ എന്ത് ചെയ്യും? കൊയ്യുടെ സമയത്ത് എത്ര കൂലി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ ആമിൽ ഒന്നും നിർബന്ധമാവുകയില്ല. ആരാണ് കൊടുക്കേണ്ടത്? മാലിക്ക് തന്നെയാകുന്നു. ഇനി തജിബു സക്കാത്തു നബാത്തുൽ മുസ്തജറത്തി, വാടകക്ക് വാങ്ങുന്ന ഭൂമിയിൽ ഉണ്ടാക്കുന്ന കൃഷികൾക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും. ഉജ്റത്തിഹ, ഏതോടുകൂടെ അതിൻ്റെ വാടക കൊടുക്കലോട് കൂടെ അല്ല സെറായിൻ്റെ മേൽ, കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങുകയാണെങ്കിൽ ആ വാടകയും കൊടുക്കണം. അതിന് കൃഷി ഉണ്ടാവുകയാണെങ്കിൽ അത് സക്കാത്ത് കൊടുക്കലും നിർബന്ധമാകും. അപ്പോൾ അതോടെ വിഷയം കഴിഞ്ഞു. ഇനി പൊതുവേ ഒരു വിഷയം പറയണത് മുഅനത്തുൽ ഹസാദി, കൊയ്യാനുള്ള ചിലവ്, വദ്ദയ്യാസി, മെതിക്കാനുള്ള ചിലവ്, അതിൽ മാലിക്ക്, അതൊക്കെ മാലിക്കാണ് എടുക്കേണ്ടത്. കാരണം വാടകയ്ക്ക് വാങ്ങുന്ന ആൾക്കാണ് സക്കാത്ത് കൊടുക്കൊക്കെ നിർബന്ധമാവുക. ഇത് ഈ വിഷയം മുകളിലത്തെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. ഇത് ഒരു മസല പറഞ്ഞതാണ്. പൊതുവെ എന്ത് ചെയ്യണം? കൊയ്യാനുള്ള ഒരാളെ ഭൂമി, നമ്മളെൻ്റെ ഭൂമിയിൽ ഞാൻ കൃഷി നടത്തുകയാണെങ്കിൽ ഇത് ചെയ്യണം. അവിടെയുള്ള കൊയ്യാനും മെതിക്കാനും, ദയ്യാസ്ഥാനം മെതിക്കുക, അത് മെതിക്കാനുള്ള സമ്പത്തൊക്കെ എടുക്കേണ്ടത് ആരാകുന്നു? അതൊക്കെ മാലിക്കിൻ്റെ സമ്പത്തിൽ നിന്നാണ് അതൊക്കെ ചിലവാക്കേണ്ടത്, അല്ലാതെ കൂലിക്കാരൻ്റെ സമ്പത്തിൽ നിന്നല്ല അത് വാങ്ങേണ്ടത്. അതങ്ങനെ തന്നെയാണല്ലോ നടക്കാറുള്ളത്. എൻ്റെ ഭൂമിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ അവിടെ വെള്ളം നനക്കാനും അവിടെ കൊയ്യാനും ഒക്കെ ഉള്ള പൈസ ആരാണോ മാലിക് അയാൾ നിന്നാണ് ചിലവാക്കുക. പിന്നെ അടുത്തത് ആമിൻ്റെ സക്കാത്താണ്, മൃഗങ്ങളുടെ സക്കാത്ത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിന് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.